നമ്മൾ കഴിഞ്ഞ ദിവസം കലക്കിയിട്ട വളമെല്ലാം ഒഴിക്കേണ്ട സമയമായിരിക്കുന്നു. എല്ലാം സെറ്റായല്ലേ? സെറ്റായി. ഇനി അളന്നെടുക്കണം. നമുക്ക് 10 ലിറ്റർ 200 ലിറ്ററിന് 10 ലിറ്റർ അല്ലേ? ആ. അപ്പോൾ അളന്ന് നമുക്ക് എടുത്തിട്ട് ബാക്കി താഴെ കൊണ്ട് വേറെ ബാരലിനകത്തോട്ട് ഒഴിച്ച് വെള്ളം കൂട്ടാം. അപ്പോൾ നമ്മുടെ ജൈവവളം 10 ലിറ്റർ നമ്മൾ 200 ലിറ്റർ ആക്കി ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് 10 ലിറ്റർ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനിയും വെള്ളം പിടിച്ചാൽ ഡൈല്യൂട്ട് ചെയ്ത് നമ്മളൊരു 200 ലിറ്റർ ആക്കി 200 ലിറ്റർ ആക്കിയിട്ട് ചെറിയ ചെടി ആയതുകൊണ്ട് നമുക്കൊരു 5 ലിറ്ററൊക്കെ വെച്ച് കൊടുത്താൽ മതി. 10 ലിറ്ററാണ് ഒരു ചെടിക്ക് പറയുന്നത്. അപ്പം വലിയ ചെടിക്കാണ് 10 ലിറ്റർ പറയുന്നത്. നമ്മളൊരു 5 ലിറ്റർ വെച്ച് കൊടുക്കുക. വലിയ കുഴപ്പമില്ലല്ലേ? നല്ല റെഡിയായി. അമ്മ എന്തി കാട് പറിക്കും ആണോ? അപ്പം നമ്മൾ ഉദ്ഘാടനം കേട്ടോ. അതെ. ആദ്യമായിട്ട് നമ്മൾ കലക്കി പറ്റുക അല്ലേ? ആദ്യമായിട്ടാ. ഒരെണ്ണം ഫുൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിന് ഒഴിക്കാം. ആ അല്ല, ഇതിന് മുന്നേ നമ്മൾ ആകെപ്പാടെ ചെറുതായിട്ടൊരു CN മാത്രം കലക്കി കൊടുത്താലേ ഉള്ളൂ. മറ്റേ ഓസൻ അടിച്ചു വിട്ട് ഒഴിച്ചിട്ടില്ല. ഒന്ന് തുടങ്ങിക്കോ. ബാ ഉദ്ഘാടനം ചെയ്യാം. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇവിടുന്ന് ഒഴിച്ചൊഴിച്ച് അങ്ങ് പോയാൽ മതി. അങ്ങ് അറ്റത്തുനിന്ന് പോരാ, അത് പാടായിരിക്കും. ഇപ്പം നമ്മുടെ 2 പണിക്കാർ ബംഗാളികൾ ചേച്ചിമാരുണ്ട്. അവരാണ് ഇത് ഒഴിക്കുന്നത് കേട്ടോ. ഒരെണ്ണത്തിന് ഇവിടെ നിന്ന് ഒഴിച്ചോ. ഉദ്ഘാടനം. ഓക്കെ. അങ്ങനെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ചോട്ടിൽ നിന്ന് ഇത്രയും മാറ്റി ഒഴിച്ചാൽ മതിയല്ലോ. ചോട്ടി അകത്ത് കയറ്റി ഒഴിച്ചോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇല്ലേ? അത് മതിയായിരിക്കും. പകുതി ആയില്ലേ? അത് മതി. അടുത്ത് തന്നെ ഒഴിച്ചു. ഇപ്പം നല്ല കാലാവസ്ഥയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ മഴ ചെറിയ മഴയുള്ളതുകൊണ്ട് നല്ലപോലെ ആയിക്കോളും. ഒഴിച്ചോ. മതി. ആ സൈഡിലോട്ടും കൂടെ അങ്ങ് ഒഴിച്ചു കിട്ടും. അത് മതി. സൈഡിൽ. അപ്പോൾ നമ്മൾ എത്ര ബാരൽ ഒഴിച്ചിപ്പം? 10 ഒഴിച്ചു. 10 ഒഴിച്ചോ? അടുത്തല്ലേ? അമ്മ താഴോട്ടിറങ്ങി പോയിട്ടുണ്ട്. താഴെ വെച്ചേക്കുന്ന ഒഴിക്കാൻ പോയതാണെന്ന് തോന്നുന്നു. ഇതും കൂടെ നമുക്ക് ഏതായാലും തീർത്തിട്ട് പോവാം അല്ലേ? തീർക്കാനാണോ? ചിലപ്പോഴാണെങ്കിൽ മഴ ചെറുതായിട്ട് പെയ്താൽ നല്ലതാ. എന്നാൽ ഒഴിച്ച് തീർത്തേക്കാം. എങ്ങനെയുണ്ട്? മടി തൂപ്പാട് വന്നല്ലേ? അത് ശരിയാ. രണ്ടുപേരെ നിർത്തിയാൽ നമ്മളൊരു 10,000 രൂപ 1,500 1,200 രൂപയിലും കൊടുക്കേണ്ടി വരും. ഇച്ചിരി കൂടണോ? എന്നാൽ 1,500. ആണോ? അല്ല, ഇന്ന് തീർക്കാനുള്ളൂ ഉള്ളു. നീ കുറച്ചുകൂടല്ലോ. ആണോ? നോക്കി കണ്ടും ചെയ്താൽ മൊത്തം അമ്മച്ചിക്കൊള്ളാം. ചക്കയാണോ തീരുകയും ചെയ്ത്? ഇല്ല, അപ്പുറത്തെ പ്ലാവില് അവിടെ ഏർമിറക്കുന്നിടത്ത് 10 കിടക്കണം. ആണോ? നമുക്ക് ബാക്കിയും കൂടെ ഒഴിച്ചേക്കാല്ലേ? പോകാറായില്ലേ? ഇത് കൊള്ളാം. പോകാറായില്ലെന്ന് ചോദിച്ചു. അടുത്ത് ഇന്നത്തെ പണി രാവിലെ തുടങ്ങിയതാ. ചോറ് പോലും ഉണ്ടില്ല, വെള്ളം പോലും കുടിച്ചില്ല. പോകാം. ഇനി കുഞ്ഞല്ലെങ്കിൽ വന്ന് കാണും. ഇപ്പൊ 4 മണിയാകുമ്പോഴത്തേക്കും കുഞ്ഞ് വരും. നേരം പോകും. കുഞ്ഞ് വരുന്നതിന് മുമ്പേ ചെല്ലണ്ടേ? ഇല്ലെങ്കിൽ കുഞ്ഞ് അവിടെ കിടന്ന് കാറും. എന്നാ പോയേക്കാല്ലേ? പോയേക്കാം. നമുക്കേ പറമ്പിൽ പോയപ്പോ കൊറേ കാന്താരി കിട്ടിയത് കേട്ടോ. നമ്മുടെ കാന്താരി അല്ല, അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറിച്ച് നമുക്ക് സമ്മാനിച്ചതാണ് കാന്താരി. കാന്താരി പറിച്ചില്ലല്ലോ അല്ലേ? നമ്മള് പറിച്ചില്ല. സമയം കിട്ടിയോ? കാന്താരി പറിക്കാൻ പോയിട്ട് വെള്ളം കുടിക്കാൻ പോലും സമയം കിട്ടിയില്ല. ചമ്മത്തി അടുത്തുനിന്ന് ഇടപാടെത്തി. അതെന്നാ മറ്റേ ഈ പൊക്കി എടുക്കുവല്ലേ നമ്മുടെ വീപ്പയ്ക്കകത്തുനിന്നേ, പൊക്കി എടുത്തെടുത്ത് ഈ കൈയുടെ ഇവിടെ ഭയങ്കര വേദന. ഇപ്പൊ നാളെ രാവിലെ ആയുർവേദ ആശുപത്രി കൊണ്ടുപോയി വരുമോ? അത് ഇച്ചിരി കുഴമ്പൊക്കെ തേച്ചിട്ടൊന്ന് കിടന്നുണങ്ങി കഴിയുമ്പോ റെഡിയാവും.
കുഴപ്പമില്ലല്ലേ? ഇതും കൂടെ നമുക്ക് അച്ചാറിട്ടല്ലോ. വെയിലുണ്ടായിരുന്നു, നമുക്ക് ഇത് കുറെ ഉണങ്ങി വെക്കായിരുന്നു അല്ലേ? വെയിലില്ലോ? വെയിലില്ല. തീരൊക്കെ കഴിഞ്ഞു. ഓ ഇല്ല ഇല്ലേ? കിടന്നാ മതി. സീരിയലൊന്നും കാണണ്ട, എവിടെയെങ്കിലും കിടന്നാ മതി. അതിന് ഒത്തിരി നാളായില്ലേ പണി ചെയ്തിട്ട്. പിന്നെ ചുമ്മാ ഇരിക്കുവല്ലേ ഇവിടെ. പണിയൊക്കെ വേറെ രണ്ടാ ചെയ്യുന്നത്. ഇവിടുത്തെ പണിയും പറമ്പിലെ പണിയും രണ്ടും രണ്ടല്ല. അമ്മക്ക് ഇനി ഇത് ഉണങ്ങി വെക്കണമെന്നാണ് പറഞ്ഞത്. അതിന് വെയിലൊന്നും ഇല്ല. വെയിലില്ലല്ലോ. ഉണങ്ങി വെച്ചത് ഇത് നിറയെ ഉണ്ടായിരുന്നു. 2 മാസം കൊണ്ട് അതിന്റെ ബാക്കി മുഴുവൻ തിന്നില്ലേ? ഇത് ഉണങ്ങി വെച്ചാൽ കുറെ നാളെ തന്നെ ഉണ്ടല്ലോ. അത് കൊള്ളാം, കുഴപ്പമില്ല. അല്ലെ പിന്നെ കുറെ അച്ചാറിട്ടങ്ങ് വയ്യ. കുറച്ച് ഉപ്പിലിട്ട് വെക്കാം. നല്ല കള്ളിന്റെ വിനാഗിരി ഇരിപ്പില്ല, അതങ്ങോട്ട് ഒഴിച്ചിരുന്നു. ഇത്ര നമുക്ക് മതി ഉപ്പിലിട്ടത്. ബാക്കി നമുക്ക് കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം, കുറെ ദിവസം ഇരിക്കും. വെയില് വന്നെങ്കിൽ കുറച്ച് ഉണങ്ങാം. അപ്പോഴേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഈ ഏത്തപ്പഴം വെച്ചുണ്ടാക്കുന്നത്. അപ്പം അതുണ്ടാക്കി തരാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നെയ്യ് ഒഴിച്ചു കൊടുത്തു. ആ സ്പൂൺ ഇട്ടതിൽ ഉരച്ചാലേ അതിന്റെ കോട്ടിങ് എല്ലാം പോകും. ഉരയ്ക്കാതെ ഇന്ന് വീഴുമെന്ന് തോന്നുന്നില്ല. ചൂടാകുമ്പോൾ വീണുള്ളൂ, ചൂടാക്കിയാൽ മതി. കുഞ്ഞിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇത്. അതെ അതെ അതെ. നീ അതിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അതായിക്കോളും. അങ്ങനെ തരുന്നില്ല. ഇതെന്നാ സംഭവം അറിയോ? ഏത്തപ്പഴം ഇച്ചിരി പഴുത്തു പോയി നമ്മുടെ. ചേട്ടാച്ചൻ ഷെയ്ക്ക് അടിക്കാൻ വാങ്ങിച്ചോണ്ട് വെച്ചിട്ടേ ഇത് കുറച്ചു ദിവസം ഇരുന്നല്ലേടാ? ഇരുന്നിരുന്ന് കളയിച്ചു കണ്ടോ? അതെ, ഞാനും കണ്ടില്ല. ഇത് അടിയിൽ കൊണ്ട് വെച്ചിരുന്നത് കൊണ്ടേ അല്ല നമ്മൾ ഇന്നലെ വല്ലതും ബോളി ഉണ്ടാക്കിയേനെ. നന്നായി ഇന്നലെ കിട്ടായിരുന്നു. വട്ടത്തിൽ ഇതിന്റെ മെയിൻ ഇത് നെയ്യും പഞ്ചസാരയും. പിന്നെ പഴമാ മെയിൻ, എന്നാലും ടേസ്റ്റി സ്നാക്കാണ്. കുഞ്ഞെ നേരത്തെ ഞാൻ എല്ലാ ദിവസവും ഉണ്ടാക്കി തന്ന് പറ്റിച്ചോണ്ടിരുന്ന സാധനമാണ്. അങ്ങനെ തിന്ന് ടേസ്റ്റ് ആയിപ്പോയി. സ്കൂള് വിട്ട് വരുമ്പം എളുപ്പം. അമ്മയ്ക്കും എളുപ്പം, കുഞ്ഞിക്കും ഇഷ്ടം. അതെ, തന്നാന്ന് ഇഷ്ടമാക്കി. കുഞ്ഞിക്ക് പിന്നെ നെയ്യ് കണ്ടാ മതിയല്ലോ. 2 പേരെ കഴിഞ്ഞിട്ടോ, എനിക്കുള്ള ഉള്ളല്ലോ. മതി, ഞങ്ങക്ക് വേണ്ടല്ലോ. ഇങ്ങനൊക്കെ പറയും. പിന്നെ ഓരോന്ന് ഞങ്ങള് ടേസ്റ്റ് നോക്കും. പിന്നെ അറിയണ്ടേ ഞങ്ങൾക്കും. നെയ്യ് സൈഡിൽ കൂടെ മാത്രമേ ഉള്ളൂ. അതിട്ട് കൂടാ. നീ എന്റെ പാൻ കളയൂ. നെയ്യ് സൈഡിലാവുമ്പേ അത് വന്നോളൂ. എന്നിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പൊ നമുക്ക് ഇത് ഇനി പഞ്ചസാര ഇടാൻ നേരം കാണാം. അപ്പൊ നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പഞ്ചസാര ഇടാറായില്ലേ? അതിനെയും മറിച്ച് കഴിയുമ്പോ അതിന്റെ മേളിലോട്ട് ചെറുതായിട്ട് തൂളി കൊടുക്കാം. പഞ്ചസാര അതിൻ്റെ അകത്ത് മെയിൻ ടേസ്റ്റ്. ചക്കവറുത്തതും തിന്നോണ്ട എപ്പോഴും തിന്നണം. തീറ്റാന്നൊരു വിചാരമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടല്ലോ, ഇനിയിപ്പോ എന്നെ കയ്യിൽ വേണം എപ്പോഴും തിന്നാൻ. അപ്പൊ നമ്മുടെ ഇനി പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തു. ഞാൻ ഓർത്തില്ല കേട്ടോ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഞാൻ മറിച്ചിടുന്നു. പക്ഷെ എല്ലാം മറിഞ്ഞു. ഈ വീട്ടിൽ പഞ്ചസാര ഉപയോഗിക്കുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. ഞാൻ ആകെ ഇതിന് മാത്രമേ കൂട്ടത്തുള്ളൂ. കാപ്പിക്കെല്ലാം ഞാൻ ശർക്കര കൂട്ടത്തുള്ളൂ. ചേട്ടാച്ചൻ, അച്ചമ്മച്ചി. ഞാനേ കടുംചായ ആയതുകൊണ്ട് അതിനകത്ത് ഇച്ചിരി പഞ്ചസാര ഇടുന്നത്. ഇച്ചിരിയോ? അമ്മയൊക്കെ ഇടുന്ന പഞ്ചസാര കാണണം, തമിഴ്ക്കാർക്ക് വേണ്ട പോലെ ഇടുന്നു. അതെന്നാന്നോ, നിങ്ങൾ മധുരം കഴിക്കാത്തോണ്ടാ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് തോന്നുന്നേ. ഇപ്പൊ തിന്നുന്ന ശർക്കരയുടെ ടേസ്റ്റാ പിടിക്കുന്നേ. ഇനി പോകുമ്പോ ശർക്കര കുറച്ച് കൂടുതൽ വാങ്ങിക്കണം. പെട്ടെന്ന് തീർന്നു പോവാ. അതെല്ലാത്തിലും അതിരുന്നോണ്ട. മറിക്കാറട്ടെ, ഇനി മറിക്കണമെന്നില്ല. ഇതിങ്ങനെ പഞ്ചസാര കടിച്ചിരുന്നാ മതിയല്ലോ. ഇളക്കി അപ്പുറത്തെ സൈഡിൽ ഇടാം, മറിക്കാം ഒന്നുകൂടെ. അതിങ്ങനെ ഇളക്കി നെയ്യെല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ എടുത്ത് കഴിയുമ്പോഴത്തേനും എല്ലായിടത്തും ആവും.
കഴിച്ചു നോക്കട്ടെ. കഴിച്ചു അയ്യോ പാവം കഴിച്ചില്ല, പകുതിയാക്കി. ഈ പഞ്ചസാരയിട്ട് എനിക്കും തരുമോ അല്ലേ? ഇച്ചിരി ഇട്ടുള്ളൂ. പഞ്ചസാര കഴിച്ചോ? ഇട്ടതായോണ്ടേ എനിക്ക് ഉത്തരം പോയില്ല. എനിക്ക് പഞ്ചസാരയുടെ ഒട്ടും ഇഷ്ടമില്ല. പക്ഷെ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇച്ചിരി പഴുത്തു പോയ പഴം. ചിലത് ഒരു പഴം പഴുത്തു പോയി. ചിലയാട കൊള്ളാം, സൂപ്പർ സാധനം. പഴുക്കാത്തതാ നല്ലത്. ആർക്കും ചോറ് വേണ്ട, ഇന്നത്തെ മതിയോ താഴെ? ചോറുണ്ടാ 4 മണിയായപ്പോഴല്ലേ. ഇതൊക്കെ മതിന്ന് അല്ല, പറയാം. 1:30 പോക്കായിരുന്നു. രാവിലെ പോയിട്ട് കാപ്പിയും കുടിച്ചു പോയിട്ട് 4 മണി കഴിഞ്ഞ് വന്ന്. 4 മണിക്കും ചോറുണ്ടില്ല, 4 മണിയായി വന്നപ്പോ. പിന്നെ കുളിയും പിന്നെ അലക്കും കുളി എല്ലാം കഴിഞ്ഞിട്ടില്ലേ. ഞാൻ പിന്നെ വളമെല്ലാം കൂടെ കോരി കഴിച്ചു, പിന്നെ കുളിക്കാതെ പറ്റില്ല. അപ്പോൾ ഏതായാലും അതുകൊണ്ട് പറമ്പിലെ പരിപാടിയെല്ലാം കഴിഞ്ഞില്ലേ? എന്നാണല്ലോ ഒഴിക്കാൻ നേരം ഉമ്മാരെ കൊണ്ടുപോകേണ്ടതായിരുന്നു. നന്നായി ഇന്ന് സ്കൂളിൽ ഉമ്മാര് രക്ഷപ്പെട്ടത്. ഇന്നലെ പോയാ മതിയായിരുന്നു. ഓർത്തില്ല ഇന്നലെ. ഉമ്മാരെ കൊണ്ട് അതെല്ലാം ഒന്ന് കോരിക്കേണ്ടതായിരുന്നു. എന്നാലും ഇനി അടുത്ത പ്രാവശ്യം കൊണ്ടുപോകാം. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.